ശബരിമലയിൽ നിന്നുള്ള മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് കർമാനോസ് പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഭഗവാന്റെ തിരുവാഭരണ ദർശനം ഇപ്പോൾ പന്തളത്ത് കൊട്ടാരത്തിൽ നടക്കുകയാണ്. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അവിടെ നടക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പന്തളത്ത് തിരുവാഭരണ ദർശനത്തിന് വൻ ഭക്തജന തിരക്ക്. മണ്ഡല മകരവിളക്ക് ഉത്സവം നവംബർ 16 തുടങ്ങിയതോടെ പന്തളത്തും ഭക്തജന തിരക്കാണ്. ഭക്തജനങ്ങളെ സ്വീകരിക്കുന്നതിനായി പന്തളം കൊട്ടാരം ഒരുങ്ങി. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ തിരുവാഭരണങ്ങളാണ്. തിരുവാഭരണ ദർശനം നവംബർ 16 രാവിലെയാണ് തുടങ്ങിയത്. ഡിസംബർ 26 വരെ ഇതുണ്ടാകും. വീണ്ടും ഡിസംബർ 31 ആരംഭിക്കും. ജനുവരി 11 വരെ സ്രാമ്പിക്കൽ കൊട്ടാരത്തിലുള്ള സ്ട്രോങ് റൂമിൽ തിരുവാഭരണ ദർശനം രാവിലെ 5:30 മുതൽ വൈകിട്ട് 8:30 വരെയാണ്. ജനുവരി 12 പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് 12 മണി വരെ ദർശനമുണ്ടാകും. 1 മണിക്ക് തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് തിരിക്കും. 3 പെട്ടിയിലാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവിടെ ആ ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ആഭരണങ്ങളുടെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ചന്ദനത്തിൽ തീർത്ത 3 പേടകങ്ങളിലായാണ് തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനം ഗോപുര ആകൃതിയിലുള്ള നെട്ടൂർ പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുമുഖം, വിളക്കുമാല, ശരപ്പുളിമാല, എരിക്കിൻ പൂമാല, വില്ലുതളമാല, മണിമാല, നവരത്നമോതിരം, അരപ്പട്ട, പൂന്തട്ടം, കഞ്ചമ്പരം, പ്രഭാമണ്ഡലം, വെള്ളി കെട്ടിയ വലംപിരി ശംഖ്, വലിയ ചുരിക, ചെറിയ ചുരിക, ലക്ഷ്മി രൂപം, കടുവ, പുലി, ആനകൾ, നെറ്റിപ്പട്ടം എന്നിവയാണ്. ചതുരാകൃതിയിലുള്ള അഭിഷേകക്കുടം പെട്ടി എന്ന 2ാമത്തെ പെട്ടിയിൽ തങ്കത്തിൽ തീർത്ത കലശക്കുടവും മകരസംക്രാന്തി നാളിൽ ശബരിമലയിൽ നടക്കുന്ന പൂജകൾക്കുള്ള സാധന സാമഗ്രികളുമാണ്. കൊടിപ്പെട്ടി എന്ന് വിളിക്കുന്ന ദീർഘചതുരാകൃതിയിലുള്ള 3ാമത്തെ പെട്ടി. ഈ പെട്ടിയിൽ മലദീപങ്ങൾക്കുള്ള കൊടിക്കൂറകൾ, ജീവത അതായത് ആനപ്പുറത്ത് എഴുന്നള്ളിക്കാനുള്ള വിഗ്രഹം വെക്കുന്ന ചട്ടക്കൂട്, മെഴുവട്ടക്കുട എന്നിവയാണ്. ഘോഷയാത്രയിൽ ഉടനീളം നെട്ടൂർ പെട്ടി 1ാമതും കൊടിപ്പെട്ടി 3ാമതുമായിട്ടാണ് പോവുക. പോലീസ് സേനാ വിഭാഗങ്ങളുടെ കനത്ത സംരക്ഷണത്തിൽ 41 ദിവസം കഠിനവ്രതം അനുഷ്ഠിച്ച 15 അയ്യപ്പന്മാർ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ തലച്ചുമടായിട്ടാണ് തിരുവാഭരണ പേടകങ്ങൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാ വർഷവും ധനുമാസം 28-നാണ് തിരുവാഭരണം പന്തളം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് എങ്കിലും തലേന്ന് വൈകിട്ട് തിരുവാഭരണ പേടകങ്ങൾ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങും, ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും. തിരുവാഭരണ കൊട്ടാരത്തിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ മുതൽ സംക്രമ പൂജ കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് കൊട്ടാരത്തിൽ തിരിച്ചെത്തിക്കും വരെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. പിറ്റേന്ന് പ്രഭാത പൂജയ്ക്ക് കോയിക്കൽ ശാസ്താവിന് ചാർത്തുന്ന തിരുവാഭരണം കണ്ടു തൊഴാൻ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുക. തിരുവാഭരണം ദർശിക്കാൻ ഉച്ചയ്ക്ക് 12 മണി വരെ ഭക്തർക്ക് അനുവാദമുണ്ട്. കൃത്യം 12 മണിക്ക് ക്ഷേത്രനട അടച്ച് വലിയ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും. ഈ സമയം കൊട്ടാരത്തിലെ അംഗങ്ങൾ ഒഴികെ മറ്റാർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല. ദീപാരാധന അവസാനിച്ചാൽ ഉടൻ തന്നെ ആഭരണ പേടകങ്ങൾ അടച്ച് വീരാളിപ്പട്ട് വിരിച്ച് പൂമാലകൾ ചാർത്തി ഘോഷയാത്രയ്ക്ക് തയ്യാറാകും. അപ്പോഴേക്കും പൂജിച്ച ഉടവാളുമായി എത്തുന്ന മേൽശാന്തിക്ക് പണക്കിഴി ദക്ഷിണ നൽകി വലിയ തമ്പുരാൻ ഉടവാൾ സ്വീകരിക്കും. പന്തളം രാജവംശത്തിലെ തമ്പുരാൻ സ്ഥാനമേൽക്കുന്നയാൾ പിന്നീട് ശബരിമല ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല എന്നാണ്. അതിനാൽ ഉടവാളുമായി തമ്പുരാന്റെ പ്രതിനിധിയായ ഇളമുറ തമ്പുരാൻ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകും. 1 മണിയോടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തു നിന്നും പറന്നെത്തുന്ന 2 കൃഷ്ണപ്പരുന്തുകൾ വലിയ കോയിക്കൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിൽ 3 തവണ വട്ടമിട്ട് പറക്കും. ഇതോടെ നട തുറക്കുകയായി. ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളുടെ കണ്ടത്തിൽ നിന്ന് ഉയരുന്ന ശരണം വിളികൾ. ഈ ശരണം വിളികളോടെ തിരുവാഭരണ പേടകങ്ങൾ ഏന്തിയ അയ്യപ്പന്മാർ ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്ന് വാദ്യഘോഷ അകമ്പടിയോടെ ശബരിമലയിലേക്ക് പുറപ്പെടുകയായി. രാജാവിന്റെ സ്ഥാനത്ത് നിന്ന് ഘോഷയാത്ര നയിക്കുന്നത് ഇളമുറ തമ്പുരാൻ ആണ് എങ്കിലും രാജപ്രതിനിധി കുറുപ്പാണ്. ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തമ്പുരാൻ ഉടവാളും പരിചയം കുറുപ്പിന് കൈമാറുന്നു. തിരുവാഭരണ പേടകങ്ങളുടെ വാഹകർ മുന്നിലും അതിനു പിന്നിൽ വാളും പരിചയമായി കുറുപ്പും തൊട്ടുപിറകിലായി തമ്പുരാനും യാത്ര ആരംഭിക്കും. പന്തളത്ത് തമ്പുരാൻ അയ്യപ്പനായി പണി കഴിപ്പിച്ച ആഭരണങ്ങളാണ് തിരുവാഭരണം എന്ന് അറിയപ്പെടുന്നത്. മണികണ്ഠനായ അയ്യപ്പനെ യുവരാജാവായി അഭിഷേകം ചെയ്തത് കാണാൻ പന്തളം രാജാവിന് കഴിഞ്ഞിരുന്നില്ല. അതിനു പകരമായി രാജാവ് രാജകീയ വേഷത്തിൽ അയ്യപ്പനെ വർഷത്തിലൊരിക്കലെങ്കിലും കാണാൻ സാധിക്കണമെന്ന് അയ്യപ്പനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനായാണ് രാജാവ് ഈ ആഭരണങ്ങൾ പണി കഴിപ്പിച്ചത് എന്നാണ് വിശ്വാസം. പന്തളത്ത് രാജാവിന് അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനമാകയാൽ അദ്ദേഹം ശബരിമലയ്ക്ക് വന്നാൽ അയ്യപ്പൻ എഴുന്നേറ്റ് നിന്ന് വണങ്ങേണ്ടി വരും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരക്കാരനായി രാജപ്രതിനിധിയെയാണ് അയക്കുക.